ഹലോ വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നാട്ടിലത്തെ കുറച്ച് ഞാൻ വെക്കേഷൻ്റെ നാട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നാട്ടിലത്തെ കുറച്ച് സീൻസാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എനിക്കൊന്നും അന്ന് ആ സമയത്ത് എനിക്ക് വ്ളോഗിങ് ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് തന്നെ സമയം ഉണ്ടായിരുന്നില്ലടോ, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയിടത്തൊക്കെ ഞാൻ എവിടേക്കൊക്കെ പോയി, അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോണോടത്തൊക്കെ ഞാൻ ചെറിയ ചെറിയ 1 മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാണ്. ഭയങ്കര ബിസി ആയിരുന്നു. ഞങ്ങൾ പുത്തമ്പള്ളിയുടെ അവിടുത്തെ സൈഡിലത്തെ കടയില്ലേ, അവിടെ നിന്നാണ് കുറേ നടന്നിട്ടാണ് ട്രീയും മറ്റേ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ കിട്ടിയത്. പിന്നെ ആ 3 പേര് അവിടെ തുള്ളണില്ല, അത് എൻ്റെ 3 മക്കളാണ്. മൂത്ത മോനാണ് ആ കിടന്ന് ചാടുന്നത്, പിന്നെ എൻ്റെ ട്വിൻസും ഉണ്ട് അവിടെ. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ആഘോഷമൊക്കെ ആയിട്ട് അവിടെ കരോൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കരോൾ ഗാനല്ലേ, അതിൻ്റെ കോമ്പറ്റീഷൻ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് എത്തിയെന്ന് കണ്ടപ്പോൾ എന്നെ പിടിച്ച ഗ്രൂപ്പിലിട്ടു. പിന്നെ എനിക്ക് വരികളൊന്നും വലിയ വശമില്ലാത്ത കാരണം ഞാൻ ഏറ്റവും തെറ്റിട്ട് പോയി നിന്നു കേട്ടോ. അപ്പോൾ ചേച്ചിമാരൊക്കെ നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയിട്ടാണ്, അത് ഞാൻ പറയാൻ മറന്നു. ഇത് അജോ ചേട്ടൻ്റെ വീട്. അജോ ചേട്ടൻ്റെ എന്ന് വെച്ചാൽ എൻ്റെയും നാട്ടിലത്തെ വീട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലൈറ്റൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസമില്ല, ഞങ്ങൾ വല്ലപ്പോഴാണ് ലൈക്ക് ഇങ്ങനെ വെക്കേഷൻസ് അങ്ങനെയൊക്കെയാണ് വരാറ്. അപ്പോൾ എല്ലാതും ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ്, ലൈക്ക് കുറേ സാധനങ്ങൾ എല്ലാതും വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയത് അജോ ചേട്ടനായിരുന്നു. പിന്നെ ക്രിസ്മസ് ട്രീ അജോ ചേട്ടനും കസിനും കൂടിയിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കിയത്. ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസൊക്കെ കേട്ടോ. ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് ഒരു ലൈവ് വരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ഞാൻ നിങ്ങളെല്ലാവരുമായിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ റേഞ്ചിൻ്റെ പ്രശ്നം കാരണം അവിടെ ഞങ്ങൾക്ക് കണക്ഷൻ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ. അത് കഴിഞ്ഞിട്ട് റേഞ്ച് ഉള്ളിടത്ത് പോയിട്ട് ഞങ്ങൾ ഈവനിങ് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ലൈവ് കണ്ടു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ ഏത് ലൈവിനെ പറ്റിയിട്ടാണ് പറയണേന്ന്. ജയ്ക്ക് എവിടെ? ജയ്ക്ക് ഒരു ഡാൻസ് കളിച്ചേ. പിന്നെ നാട്ടിലത്തെ ഈ കത്തോലിക്ക കുടുംബങ്ങളിലൊക്കെ ഈ അമ്പ് വരാന്ന് പറയില്ലേ പള്ളി പെരുന്നാളിന്, സോ അതാണ് ഇത്. അപ്പോൾ എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിന് ഇത് ഓൾറെഡി കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, അത് അറിയാത്തവർക്ക് ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഇവിടെ ഓറഞ്ച് ടീഷർട്ട് എടുത്ത് നിൽക്കുന്നത് അതെൻ്റെ മോനാണ്, എടുത്ത് നിൽക്കുന്നത് എൻ്റെ പപ്പയാണ് കേട്ടോ. അപ്പോൾ പള്ളി പെരുന്നാളിന് പപ്പയും മമ്മിയും നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മധു ചേട്ടൻ്റെയും അവിടുത്തെ നാട്ടിലത്തെ വീട്ടിലാണ് ഇവർ വന്നിരുന്നത്. ഞങ്ങൾ നാട്ടിൽ ചാവക്കാട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പോലെ തന്നെ പ്രാന്ത് തന്നെയാണ് എൻ്റെ മക്കൾക്കും ബീച്ച് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവർ കണ്ടില്ലേ തുണിയൊക്കെ ഊരിയിട്ട് ഭയങ്കര ചാട്ടായിരുന്നു അവിടെ. അവർക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ബീച്ച്, പുഴ, പാടം, കടൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് അവിടെ
ഇരിക്കാം. അത്രയും പ്രാന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടൽക്കര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചാവക്കാട് ബീച്ചിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് ജസ്ന, എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ വൈഫ് കേട്ടോ. ബ്രദർ ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്താണ്. അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ജസ്നയുടെ വീട്ടിലാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണാൻ പോകുന്നത് അജോ ചേട്ടൻ്റെ പഴയ തറവാട് വീടാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പഴയ വീടുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് തന്നെ പറയാം. എനിക്കിങ്ങനെ ഏതെങ്കിലും ഒരു പഴയ പൂട്ടിയിട്ടേക്കണ വീടുകളൊക്കെ എനിക്കിങ്ങനെ തുറന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ഞാൻ ഈ മുറിയിലായിരുന്നു പഠിക്കണ്ടായിരുന്നത്, ഞങ്ങൾ ഇവിടെയായിരുന്നു, ആ മേമ ഇവിടെയായിരുന്നു, ആ പേപ്പൻ ഇവിടെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പിക്ചറൈസ് ചെയ്യും. ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ടാവും, അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അതും വീഡിയോ എടുത്തത്. പിന്നെ ഈ വീട് ഇങ്ങനെ തന്നെ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല, കുറേ മാറ്റങ്ങളൊക്കെ വരുമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പം എന്നെ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. കാര്യം ഇത് എൻ്റെ വീടല്ല, അജോ ചേട്ടൻ്റെ ആണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്കിത് ആരുടെ ആയാലും പഴയ വീടാണോ കുറേ നാളായിട്ട് പൂട്ടിയിട്ടേക്കുന്നതാണോ അത് ഭയങ്കര ഇഷ്ടമാണ്. പഴയ വീടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്ക് ഹോണ്ടഡ് പ്ലേസസ് ഭയങ്കര ഇഷ്ടമാണ്. ഹോണ്ടഡ് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രേതത്തിൻ്റെ സിനിമ പേടിയില്ല എന്നല്ല, പേടിയൊക്കെ ഉണ്ട് കേട്ടോ. സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേടിയുണ്ടാവും, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ കാണാനും. അതേപോലെ നാട്ടിൽ ചെന്നാൽ വേറൊരു സംഭവം കാണാൻ ഇഷ്ടമുള്ളത് എനിക്ക് പാമ്പിനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ വിയേർഡ് ടേസ്റ്റ്, ഇങ്ങനത്തെ വിയേർഡ് ചോയ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം, കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഇപ്പോൾ ചേട്ടൻ്റെ പഴയ തറവാട് വീടിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി പോകുന്നു. ഞാനൊരു ഭയങ്കരമായിട്ട് ഇമോഷണൽ പേഴ്സൺ ആയ കാരണം എനിക്ക് തോന്നണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ വീടുകളിൽ. അപ്പോൾ ഓരോ റൂമിലും കിടക്കുമ്പോൾ ഞാൻ കാലം അവിടെ ഇങ്ങനെ കുത്തുമ്പോൾ തന്നെ ഇങ്ങനെ ആലോചിക്കും. ഇപ്പോൾ ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നുമില്ല, പക്ഷേ എനിക്കത് കാണുമ്പോൾ അതിനുമുണ്ടൊരു ബ്യൂട്ടി. എനിക്ക് അങ്ങനെയാണ്, പഴയ സാധനങ്ങൾ കാണുമ്പോൾ തീരെ ഭംഗിയില്ലാത്ത സാധനങ്ങളാണെങ്കിലും അതിലുമുണ്ടൊരു സൗന്ദര്യം എന്ന് കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ പഴയ ഒരു പെന്ന്, നിങ്ങൾ കുറേ പഴയതാണ് ഒരു പെന്ന് കണ്ട ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആ പെന്ന് കയ്യിൽ കിട്ടിയുടനെ ഞാനിരുന്ന് ആലോചിക്കും, ഇത് അവസാനം പിടിച്ചത് ആരായിരിക്കും, അവസാനം എഴുതിയ വാക്ക് എന്തായിരിക്കും, എവിടെ ഇരുന്നിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് ആലോചിച്ച് കൂടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതെൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇതിപ്പോൾ എന്താ കാണാനുള്ളത്, ചിലപ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മനസ്സിലാക്കണം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. എനിക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ വലിയ വീടല്ല, കൊട്ടാരമല്ല, ഒന്നുമല്ല, എന്നാലും ചെറിയ വീടായാലും വലിയ വീടായാലും അത് പഴയതാണോ അതിലാണ് എനിക്കൊരു ബ്യൂട്ടി, അതിലാണ് എനിക്കുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ പോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ, നമുക്കൊരു ഗ്രൂപ്പായിട്ട് നടക്കാം. അപ്പോൾ ഈ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് കേട്ടോ, നാട്ടിലത്തെ. അപ്പോൾ ഞാൻ ഈ റൂംസൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ തെറ്റിപ്പോകുമെന്ന് എനിക്കറിയാം. ചേട്ടൻ ഓരോ മുറിക്ക് ഓരോ പേരൊക്കെ ആയിട്ട് പറഞ്ഞു, ഉമ്മറം, മച്ചിൻ്റെ അകം എന്നൊക്കെ പറഞ്ഞു. ഉമ്മറം എനിക്കറിയാമെന്ന് തോന്നുന്നു, ആ മച്ചിൻ്റെ അകം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും അങ്ങോട്ട് അറിയില്ല ഇതിലേതാ. ഞാൻ ചിലപ്പോൾ തെറ്റി പറയും, അത് കാരണം ഞാൻ പറയണില്ല. ഇത് അവരുടെ ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മുറികളാണ് കേട്ടോ. കണ്ട ആ ഡോർ, അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ കാരണം എനിക്ക് അതിലും ഒരു സൗന്ദര്യം എനിക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സോഫ ആരും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് അതിലും എന്താ പറയുക, അതിലും ഒരു ബ്യൂട്ടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറേ പഴയ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ പെട്ടെന്ന് അടിക്കും എനിക്ക് തലയ്ക്ക് നൊസ്റ്റാൾജിയ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഈ ജനാലൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് അതേപോലെ ആ വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ളൊരു മണം, അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യും കേട്ടോ.
തട്ടുമോള് എന്ന് പറയില്ലേ, അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് താഴേക്കാണ് ഞാൻ ആ സ്റ്റെപ്സിൻ്റെ ഇത് എടുത്തേക്കണേ. പിന്നെ ഞാൻ ഇറങ്ങണ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം എടുത്തിട്ടില്ല. പിന്നെ ഇതിങ്ങനെ ഓരോ മുറിയിലേക്ക് ഇങ്ങനെ കടന്ന് നോക്കുകയാണ്. ആ നിഴൽ എൻ്റെയാണ് കേട്ടോ, പേടിക്കണ്ട. പിന്നെ അജോ ചേട്ടനുണ്ട്, പപ്പിയുണ്ട്, എൻ്റെ പിള്ളേരൊക്കെ ഉണ്ട് ഈ വീഡിയോ പിടിക്കുമ്പോൾ. ഈ വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പിന്നീട് എപ്പോഴും ഞാൻ എൻ്റെ പിള്ളേരിരുന്ന് യൂട്യൂബ് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ അല്ലേ. ഓ ഇതെൻ്റെ പപ്പ ജനിച്ച് വളർന്ന വീടല്ലേ എന്നുള്ളൊരിത്. പിന്നെ ഇത് എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി സ്കിൽസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൂവിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോട്ടോ ഇടുന്നത്. നാളെ ഞാൻ ഇരുമ്പാമ്പുളിയുടെ പൂവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, പ്ലീസ് ഗെസ് ദ ഫ്ലവർ ഉണ്ട്. കുറേ ആൾക്കാർ തെറ്റിച്ചു, എന്നാലും ഒരുവിധ ആൾക്കാർ കറക്റ്റായിട്ട് പറഞ്ഞു. ഇതാണ് എൻ്റെ അടുത്ത വീക്ക്നെസ്, പാടം. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ വീഡിയോ പിടിച്ചതാണ്. എന്ത് രസമല്ലേ, നല്ല ഗ്രീനറി ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാൻ. നമ്മൾക്കൊക്കെ ഈ ബാംഗ്ലൂർ ജനിച്ച് വളർന്നവരാണെങ്കിൽ, ഞാൻ ബാംഗ്ലൂരല്ല ജനിച്ച്, എന്നാലും ഒരുവിധം ഇവിടെയാണല്ലോ. അപ്പോൾ ഇവിടെ വളർന്നവർക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കുറവാണ് കിട്ടുക. ഇവിടെയും പാടമുള്ള സ്ഥലം ഉണ്ടെന്നാലും അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ പോയി കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്മൾ കാണാറുണ്ടല്ലോ. ഇങ്ങനെ കുറേ നമുക്ക് കാണാൻ കിട്ടും. ഇതിപ്പോൾ മീനാണ് കേട്ടോ, എനിക്ക് അതിലും ഒരു സൗന്ദര്യമുണ്ട്. മീനൊക്കെ പോകണുണ്ട്, ഇത് ഭംഗിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ ഈ പൂവില്ലേ, ഈ വെള്ള കളറിൽ കാണുന്ന പൂ, എനിക്ക് പേരറിയില്ല, പേരറിയണവർ കമൻറ്റ് ചെയ്ത് പറയണം. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണോ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ വഴി കണ്ടോ, എന്ത് രസമാണ്. ഇത് ജെയ്ഡനാണ്, അജോ ചേട്ടൻ ജെയ്ഡനെ പൊക്കിയിട്ടുള്ള വീഡിയോ ആണ്. ഇത് പുത്തമ്പള്ളിയുടെ മുന്നിൽ ഞാൻ ഫോട്ടോ. പിന്നെ ഇത് ജെയ്ക്ക്. പിന്നെ ഇത് കുർബാനയ്ക്ക്, ക്രിസ്മസ് രാത്രി കുർബാനയ്ക്ക് പോണൊക്കെ മുന്നേ ക്ലിക്ക് ചെയ്ത പിക്കാണ്. ഒരാളവിടെ മുഖം മൂടിയിട്ട്, തൊപ്പി കൊണ്ട് മുഖം മൂടിയിട്ടൊക്കെ ആയിരുന്നു. 3 പേരേനും ഒരുമിച്ച് വീഡിയോയിൽ കിട്ടാൻ പാടാണ്. ഇത് അജോ ചേട്ടൻ്റെ തറവാട്ടിലത്തെ എല്ലാ മരുമക്കളും, എല്ലാ പെൺതരികൾ ഒരുമിച്ചിരുന്നിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഇതാണ് അജോ ചേട്ടൻ്റെ അമ്മാമ്മ. ഇത് അജോ ചേട്ടൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം 26th മമ്മിയുടെ ബർത്ത്ഡേ. ഇതെൻ്റെ പപ്പ ജെയ്ഡനെ എടുത്തിട്ട്, ഇതെൻ്റെ മമ്മി ജേക്കിനെ എടുത്തിട്ട്, എൻ്റെ ട്വിൻസോളെ ഡിവൈഡ് ചെയ്തേക്കാണ് എൻ്റെ പപ്പയും മമ്മിയും കേട്ടോ. ഒരാൾക്ക് ജേക്ക്, ഒരാൾക്ക് ജെയ്ഡൻ, അങ്ങനെയാണ്. അവർക്കും അങ്ങനെ തന്നെ വേണ്ടു. ഇത് വന്നിട്ട് അജോ ചേട്ടൻ്റെ അങ്കിളുടെ വൈഫും ഫാമിലിയും. ഇത് അജോ ചേട്ടൻ. ഇത് വാടാമുല്ല ഓർ വാടാമല്ലി, ആ പൂവാണ് കേട്ടോ. പിന്നെ ഇത് ഒരു മഞ്ഞപ്പൂവ്, പേരറിയില്ല. വീണ്ടും എൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽസൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഈ വെക്കേഷനിൽ ഞാൻ എടുത്ത ഫോട്ടോസ് ആൻഡ് വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണ് ഈ കാണുന്നത്, ഈ വെള്ളമില്ലേ, ആ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകത ഉണ്ടാകും ഒരു പിക്കിന്. ഇത് റൈനാണ് നടന്നു പോകുന്നത്. റൈനും ഇതൊക്കെ വല്ലപ്പോഴും കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പൂവിൻ്റെയും പേരറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ഇൻ കേരള, ജീരക സോഡ. എനിക്ക് ജീരക സോഡ എത്ര തന്നാലും മതിയാവില്ല മക്കളെ. ഇത് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഞാൻ എൻ്റെ പേര് എഴുതിയതാണ്. See you in my next video. Till then, take care. Bye bye. Love you all.